നമ്മൾ ഇതുവരെ കേട്ട ഏത് സിനിമാ കഥയെയും ഏത് കെട്ടുകഥയെയും വെല്ലുന്നതാണ് ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയുന്ന കാര്യങ്ങൾ. ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യുന്നത് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയും കൂട്ടസംസ്കാരവുമാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വിശദമായി ഈ വലിയ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ സുരക്ഷാ ജീവനക്കാരന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടമെന്ന് പറയുന്നത് കാണാതായവരുടെ പട്ടിക തയ്യാറാക്കലാണ്. രാജ്യം ഞെട്ടിത്തരിച്ച വെളിപ്പെടുത്തൽ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറം ലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചുമൂടാനും നിർബന്ധിതനായെന്ന വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിൽ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളി. 1998 2014 ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിച്ചും കുഴിച്ചിട്ടുമെന്നാണ് വെളിപ്പെടുത്തൽ. കുറ്റബോധം തോന്നി, ഇരകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറം പോലീസിനെ സമീപിച്ചത്. വെളിപ്പെടുത്തലിന് ശേഷം കുടുംബത്തിനും തനിക്കും സംരക്ഷണം ഒരുക്കണമെന്നും ഈ മുൻ ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നു. മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടത്. പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു. 11 വർഷം മുൻപ് താൻ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ട് ഒളിവിൽ പോവുകയായിരുന്നു. താനും കുടുംബവും കൊല്ലപ്പെടുമെന്ന ഭയം ദിവസവും വേട്ടയാടപ്പെടുന്നുണ്ടെന്നും മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു. യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിച്ചത്. വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ മൃതദേഹങ്ങളായിരുന്നു കൂടുതലും. ആത്മഹത്യയോ മുങ്ങിമരണമോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമം നടന്നതിന്റെ പാടുകൾ കണ്ടു തുടങ്ങി. അപ്പോൾ സംശയം തോന്നി. ഒരു സംഭവം എന്നെ എന്നേക്കുമായി വേട്ടയാടുന്നുണ്ട്, മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു. 2010 കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ 12നും 15നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അവളുടെ ശരീരത്തിൽ പാവാടയും അടിവസ്ത്രവും ഉണ്ടായിരുന്നില്ല. ലൈംഗികാതിക്രമം നടന്നതിന്റെയും കഴുത്തു ഞെരിച്ചതിന്റെയും അടയാളങ്ങൾ ആ കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നു.